ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ എഡ്യൂക്കേഷൻ ചാനൽ, ഫ്രീ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ഓൾ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 SSLC മാത്സിലെ മാർച്ച് 2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 to 4 നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനകത്ത് ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 5 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് ആൻസർ എനി 4. അതിനകത്തും ചോയ്സ് കൊണ്ട് ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന 4 എണ്ണം എഴുതിയാൽ മതി. 3 മാർക്കാണ് അതിൻ്റെ മാർക്ക് വരുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ കോർഡിനേറ്റ് ജിയോമെട്രി എന്നാണ്, വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ് A 0 0, B 2 3 ആൻഡ് Z 4 0. വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം B to AC? ബിയിൽ നിന്ന് എ സിയിലേക്കുള്ള ദൂരം എത്രയാണ്? ABC. ഈ പറയുന്ന 3 കോർഡിനേറ്റ്സ് നമ്മൾ വരയ്ക്കുകയും വേണം. അപ്പോൾ കോർഡിനേറ്റ്സ് വരയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ ഗ്രാഫ് ബുക്ക് ഉണ്ടെങ്കിൽ ഗ്രാഫ് ബുക്ക് നിങ്ങൾ കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ കുറച്ചൊരു എളുപ്പമായി, കാരണം അവിടെ എല്ലാ കോളങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് വരച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഗ്രാഫ് ബുക്കിൽ വരയ്ക്കുന്ന ഒരു കൺസെപ്റ്റിലാണ് സാറ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഈ അളവുകളൊക്കെ എടുത്തിട്ട് പേപ്പറിൽ വരയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആക്സിസിനെ കുറിച്ചൊരു ഐഡിയ വേണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇതിൻ്റെ പേരാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നത്. ഇത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് പറയുന്നത് എക്സിലും 0, വൈയിലും 0, 0,0. ഇതാണ് ഇതിൻ്റെ കോർഡിനേറ്റ്സ്. പിന്നെ ഇങ്ങോട്ട് ഓരോ പോയിന്റിനെയും നമുക്ക് ഇങ്ങനെ 1 2 ഉണ്ടോ, ഇങ്ങനെ നമ്പർ ഇട്ട് പോവാം. 1 2 3 4 5 6 7. ഓക്കെ, ഇതേപോലെ തന്നെ മുകളിലേക്കും നമുക്കിങ്ങനെ ഇടാം. എത്രയാണ്? 1 2 3 4 5 6 7. ക്ലിയർ? തിരിച്ച് ഇപ്പുറത്തേക്ക് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് വേറൊരു ഇങ്ക് കൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വേണ്ടി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, നെഗറ്റീവാണ് വരിക. ഇപ്പം -1, -2, -3, -4, -5, -6, -7. ഇതുപോലെ താഴേക്ക് വരുമ്പോഴും ഫസ്റ്റ് പോയിന്റ് -1, -1, -2, -3, -4, -5, -6, -6. ഇത്ര വേണമെന്നില്ല, ഞാൻ ഇത്ര ഉള്ളത് കൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഇടപെടുത്തിയെന്നുള്ളൂ. നമുക്ക് എന്താണോ ചോദിച്ചിരിക്കുന്നത് അത്രയും നമുക്ക് മതി. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതിനകത്ത് എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് പിന്നെ നെഗറ്റീവ് സൈഡിലേക്ക് നിങ്ങൾക്ക് മാർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് A 0 0. അപ്പോൾ 0 0 നമ്മൾ പറഞ്ഞു ഇതാണ് ഒറിജിൻ. അതിൻ്റെ പേരാണ് എന്ത്? A. ഓക്കെ, അപ്പോൾ A നമ്മൾ അടയാളപ്പെടുത്തി. A നന്നായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത്, അതാണ് A. അടുത്തത് B 2,3. അപ്പോൾ എക്സാക്സിൽ 2 എന്ന് പറയുമ്പോൾ ഇതാണ് എക്സാക്സിൽ 2. Y ആക്സിസിൽ 3 എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഈ 3യിൽ നിന്ന് ഇങ്ങനെ വര വരയ്ക്കുക, 2ൽ നിന്ന് ഇങ്ങനെ വര വരയ്ക്കുക. ഇത് രണ്ടും കൂടി കൂട്ടിവിട്ടുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇതാണ് 2,3. ഒന്നുകൂടി സാറ് പറയാം. എക്സ് ആക്സിൽ 2, Y ആക്സിസിൽ 3. അപ്പോൾ ഈ 2ൽ നിന്ന് എക്സാക്സിലെ 2ൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. പക്ഷെ എവിടെ വരെ പോകാൻ പാടുള്ളൂ? Y ആക്സിസിലെ 3 വരെ പോകാൻ പാടുള്ളൂ. അപ്പോൾ 3ൽ നിന്ന് ഇങ്ങനെ 2ൽ നിന്ന് മുകളിലേക്ക് രണ്ടും കൂടി കൂട്ടിവിടുന്ന പോയിന്റ് ആണ് നമ്മുടെ B എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. ഇനി C ചോദിച്ചിരിക്കുന്നത് എക്സ് ആക്സിസിൽ 4. ഓക്കെ, 4. Y ആക്സിസിൽ ഒന്നുമില്ല, 0 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ആ പോയിന്റ് 4,0. ഓക്കെ, 4,0. അതിൻ്റെ പേരാണ് എന്ത്? C. അപ്പോൾ നമുക്ക് A കിട്ടി, B കിട്ടി, C കിട്ടി. എന്നിട്ട് ചോദ്യം എന്താണ്? ബിയിൽ നിന്ന് എ സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബിയിൽ നിന്ന് എ സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് B, ഇതാണ് നമ്മുടെ AC. കണ്ടോ? ക്ലിയർ ആണോ? ഈ ബിയിൽ നിന്ന് എ സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അത് വളരെ ഈസിയാണ്. ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് സെയിം ആണല്ലോ. ഇതും സെയിം ആണ്. കണ്ടോ? അപ്പോൾ എത്രയാണ് ഡിസ്റ്റൻസ്? അത് 3 ആണ്. ഓക്കെ, സോ ദ ഫൈനൽ ആൻസർ ഈസ് 3 സെൻറ്റിമീറ്റർ. ക്ലിയർ ആണല്ലോ? അത് നമുക്ക് എങ്ങനെ കിട്ടി? നമ്മളിവിടെ നോക്കിയാൽ തന്നെ അറിയാം അല്ലേ? കണ്ടോ? ഇവിടം വരെയുള്ള അകലം, ഈ ഒരു അകലം എന്ന് പറയുന്നത്
3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ആ അകലം തന്നെയാണ് ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ. വളരെ ഈസിയാണ്, 3 മാർക്ക് നിങ്ങളുടെ കയ്യിലിരുന്നു. ഓക്കെ, ക്ലിയർ? അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പാർട്ട് 6 ആറാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.